ഉള്ളത് അതീവ പോസിറ്റീവ് എനർജിയുള്ള ഒരു ക്ഷേത്രത്തിലേക്കാണ്. തറവാട്ട് ക്ഷേത്രമാണ് കേട്ടോ. ശക്തി ദേവീൻ്റെ ഇവരുടെ മൂലസ്ഥാനമാണ് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഭഗവതിയുണ്ട്, അഷ്ടഭൈരവന്മാരുണ്ട്, ശാസ്താവുണ്ട്, ഇങ്ങനെ കുറച്ച് ദൈവങ്ങളുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഈ കാഴ്ചകൾ കണ്ടിട്ട് വേഗം വരാം. അതിന് തറവാട്ട് പേരും കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. 5 തെയ്യങ്ങളുണ്ട് ഇവിടെ. അത് ഏപ്രിൽ 4, 5, 6 അങ്ങനെ ആ ഒരു സമയത്താണ് ഉണ്ടാവാറ്. അപ്പോൾ ദേവിയായിട്ട് തന്നെ നിങ്ങൾ ഉന്തി കൊണ്ടുവന്ന പോലെ വലിച്ചു കൂട്ടി കൊണ്ടുവന്നതാണ് കേട്ടണ. നല്ല നമസ്കാരം. ഇതൊരു പൂ കണ്ടെങ്കിൽ ഞാൻ പൂ കണ്ടിങ്ങനെ നോക്കിപ്പോയതാണ്. കണ്ടോ, നല്ല എന്താ രസം നോക്കട്ടെ. നല്ല റോസ് കളറിൽ ഇതാരെങ്കിലും കളർ കൊടുത്തത്. അതിൻ്റെ അപ്പുറം കണ്ടെങ്കിൽ വയലറ്റ് പൂ ഉണ്ടോ, കാണുന്നുണ്ടോയെന്ന് അറിയില്ല. വയലറ്റ് കളറിലെ പൂ ഒരുപാടുണ്ട്. ഗഡങ്ങിൻ്റെ മുകളിൽ മുഴുവനായിട്ടുണ്ട്. ഈ നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഇങ്ങനത്തെ പലതരം വർണ്ണങ്ങളുള്ള പുഷ്പങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ കാഴ്ചകൾ കണ്ടിട്ട് വേഗം വരാം. ഇത് നമുക്ക് കൂടുതൽ സൂം ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ല കേട്ടോ. കുറച്ച് ദൂരത്തിന് ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റും. അപ്പം സൂം ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്ഥലത്ത് വരിക. എപ്പോഴാണ് വരേണ്ടത്, എങ്ങനെ വരേണ്ടതെന്നൊക്കെ നമുക്ക് ഇവിടെ ചോദിച്ച് മനസ്സിലാക്കാം. അതീവ പോസിറ്റീവ് എനർജിയുള്ള സ്ഥലമാണ്. ഭഗവതി ഇരിക്കുന്നുണ്ട്. ഇവിടെ ചാമുണ്ടീശ്വരിയും കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ. ശാസ്ത്രപ്പം മാത്രമല്ല, ചാമുണ്ടീശ്വരിയും കൂടി ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ കാഴ്ചകളും ഇതൊക്കെ നമുക്ക് നോക്കി മനസ്സിലാക്കാം. പിന്നെ അതുപോലെ തന്നെ ഇവരെ അവരുടെ സ്ഥാനത്ത് ഉള്ളിൽ ഇതിനൊരു സ്ഥാനം കൂടി കൽപ്പിച്ചിട്ടുണ്ട്. തറവാട്ടിൻ്റെ ഉള്ളിൽ നമുക്കത് നോക്കിയിട്ട് വരാം കേട്ടോ. ഇവിടെയാണ് ഭഗവതി ഇരിക്കുന്നത്. അപ്പം സൂം ചെയ്യാൻ പറ്റുന്നില്ലാതെ കൊണ്ടാണ് സൂം ചെയ്യാത്തത്. കാണിച്ചു തരാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ഇതാണ് ഇവിടുത്തെ ദേവീൻ്റെ തറ സമയത്തുള്ള രൂപം അത് കേട്ടോ. ശാസ്ത്രപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഉണ്ട്. അതാണ് ഇത് കണ്ടോ, ഇവിടുത്തെ ശാസ്ത്രപ്പനാണ് കേട്ടോ. 5 തെയ്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ. 5 തെയ്യങ്ങളുള്ളത്. ബാക്കി നമുക്ക് ഇതിൻ്റെ ആചാര്യന്മാരോടും ഇതിൻ്റെ കാരണവരോടും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. നല്ല നമസ്കാരം. ഇവിടെ ഇത്രയേ ഉള്ളൂ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വിശേഷ വിവരങ്ങൾ, വലിയ തറയൊക്കെ കെട്ടിയാടുന്ന സ്ഥലമായത് കൊണ്ടാണ്. ഇവിടുത്തെ അമ്മയാണ് ഇത്. ഇവിടുത്തെ അമ്മയാണ്, ഇവരെ അമ്മയാണ് ഇത്. ഇതിൻ്റെ ആചാര്യനാണ്, ഗുരുവാണ് കേട്ടോ ഇവിടുത്തെ. അദ്ദേഹത്തിൻ്റെ പേരെന്താ? എൻ്റെ ഫാദറാണ്. അച്ഛൻ്റെ പേര് വിദ്യാധരൻ. പക്ഷെ അറിയപ്പെടുന്ന ആണ്ടി വിദ്യാധരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരിയായ പേര്. ആണ്ടി ഭാഗവർ എന്നാണ് അതിൻ്റെ മറ്റൊരു നാമോദയം. അദ്ദേഹത്തെ അങ്ങനെ പറഞ്ഞാലും പെട്ടെന്ന് മനസ്സിലാവുക. ഭാഗവതർ. ഇത് പിന്നെ ദണ്ട് അല്ലേ? ഈ ദണ്ട് എന്ന് പറയുന്നത് പൊന്തിക. പൊന്തിക അല്ലേ? അതെ, ദണ്ട് എന്നുണ്ട്. പക്ഷെ ആ രൂപത്തിൽ കണ്ടുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. പൊന്തിക അല്ലേ? വെള്ളിയില്ല അത്. പിന്നെ അത് ഏത് ദൈവം ഉപയോഗിക്കുന്ന? ശാസ്ത്രപ്പൻ്റെ ആണ് അല്ലേ? ആ അതെ അതെ, അതാണ് അല്ലേ? ആ ഇരിക്കുക. ചിലപ്പോൾ നമ്മൾ ചില സ്ഥലത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് യോഗദണ്ട് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പം അതുകൊണ്ടാണ് ചോദിച്ചത്. എന്നാൽ ശരി, നമുക്ക് ബാക്കിയുള്ള കാര്യം കൂടി ചോദിച്ച് മനസ്സിലാക്കാം. നമസ്തേ. എന്താ പേര്? പത്മനാഭൻ അല്ലേ? പിന്നെ പത്മനാഭൻ്റെ സ്ഥലം എവിടെയാണ്? കോട്ടയം. കേരളത്തിന് പുറത്തോടെയും പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള ക്ഷേത്ര ചൈത്യങ്ങൾ തേടി പോയുള്ള യാത്രയാണ്. കാരണം സൂപ്പർ പവറുള്ള ക്ഷേത്രങ്ങൾ, അത് കാവുകൾ. അപ്പോൾ അങ്ങനെ യാദൃശ്യമായിട്ട് തിരുവഞ്ചേരിക്കാവിൽ ഭഗവതി ക്ഷേത്രത്തിലെത്തിയപ്പം ഭഗവതിയാണ് ഞാൻ എൻ്റെ ഒരു ആരുടെ സ്ഥാനം കൂടി വേറെ ഉണ്ട് ഒന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് ദേവിയെ അങ്ങോട്ട് കൂട്ടി വന്നതാണ്. എത്ര പേര് ഉൾക്കൊള്ളുന്നു എത്ര പേര് ഉൾക്കൊള്ളില്ല എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ആ ഒരു ഫീൽ അനുഭവപ്പെട്ടോണ്ടാണ് ചോദിച്ചത്.
ഞാൻ അദ്ദേഹത്തിനോട് ഉണ്ണിയേട്ടനോട് ഞാൻ ചോദിച്ചു നിങ്ങളെ തറവാട് ക്ഷേത്രം എവിടെയാന്ന് വെച്ചു അല്ലേ, ഞാൻ അതാ ചോദിച്ചു അവരോട് നിങ്ങളെ തറവാട് ക്ഷേത്രം എവിടെയല്ലേ, അത് എന്തേ ചോദിച്ചതെന്ന് വെച്ചു. അതൊന്നും പറഞ്ഞല്ല, എനിക്ക് അങ്ങനെ ഒരു ശാക്തമായിട്ടുള്ള ഒരു ദേവി സാമീപ്യം അനുഭവപ്പെട്ടു. അത് ഇതിന്റെ ബാക്കിലുണ്ട് നമ്മളെ ഇല്ലേ. അങ്ങനെ അത് സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മൾ അമ്മമ്മയിൽ പരിചയമില്ല, അദ്ദേഹം മുമ്പിട്ട് കണ്ടിട്ടുണ്ടാവുമായിരിക്കും തന്നെ. പക്ഷെ എനിക്ക് സമൂഹം കൊട്ടിക്കേണ്ട ഒരു കാര്യം എനിക്കില്ല. ദൈവികമായിട്ട് ആ സമയത്ത് എനിക്ക് അവിടെ ഉണ്ടായപ്പം ഭഗവതി എനിക്ക് കാണിച്ചെന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞത്. നമ്മളിപ്പം ഓരോ ആചാര്യന്മാരും നമ്മൾ ഓരോ ക്ഷേത്രത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ സ്വർണ്ണപ്രശ്നം വെച്ചിട്ടാണ് നമ്മൾ അറിയുന്നത് ഇല്ലേ. അപ്പം അവരെക്കാളും ഉയർത്തുന്ന സ്ഥലത്തിരിക്കുന്ന ഒരാളാണ് വന്നിട്ട് പറയുന്നത്. അഘോരം എന്ന് വെച്ചാൽ അവസാന ക്ഷേത്രത്തിന്റെ കാവക്കാരനാണ്. ആ കാവക്കാരനാണ് നിങ്ങളോട് വന്ന് ചോദിക്കുന്നത് ഇങ്ങനെ സാധനം ഇന്ന സ്ഥലത്തുണ്ടോ. കാരണം നമ്മൾ ജനിക്കുന്ന എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ് പറയുന്നത്, ഓരോ കാര്യങ്ങൾ ഇല്ലേ. അപ്പൊ പൂർവികന്മാര് അത്രയും വെച്ച് പൂജിച്ചിരിക്കുന്ന സാധനങ്ങൾ പിന്നീട് അത് മറ്റുള്ള രൂപത്തിൽ മറ്റുള്ള ആളെ കയ്യിലെത്തുമ്പോൾ അത് വേറെ രൂപത്തിലായി മാറുന്നേ അല്ലേ. പിന്നെ അവര് സമുദായത്തിന്റെ ആയി, അങ്ങനെയാണെന്ന് അത് പറയപ്പെടുന്നത്. അങ്ങനെ ഓരോ ക്ഷേത്രങ്ങളും തന്നെയാണ്. ഇപ്പൊ ശബരിമല ആരുതാണ് ചരിത്രം പറഞ്ഞത് മലയേരിയ സമുദായത്തിൽപ്പെട്ടതാണ്, ആര്യ സമുദായത്തിൽപ്പെട്ടതാണ്. ഇപ്പൊ ശരിക്കും ആടെ ഇരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രപ്പൻ അടിയാളുടെ അതാണ് ശരിക്കും ശാസ്ത്രപ്പന്റെ സ്ഥലം അത്. നിങ്ങൾ പിന്നീട് ആ ശാസ്ത്രപ്പനിലേക്ക് അയ്യപ്പൻ വന്ന് ഇരുന്നു മാത്രമേ ഇന്ന് കണ്ട മഹാക്ഷേത്രങ്ങൾക്കെല്ലാം പുറകിലെ ചൈതന്യം നിലനിൽക്കുന്നത് അവിടെ സമാധിയും സിദ്ധയോഗികൾ തപം ചെയ്ത ഭൂമിയിലാണ് അതിന്റെ ശക്തി ഇരിക്കുന്നത്. അതെ. അപ്പം ഇതിന്റെ ഉറവിടം എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും കളകാട്ടില്ലത്തെ ഒരു കാര്യങ്ങൾ നമ്മൾ പറയാം. അപ്പൊ ഞാനിവിടെ വന്നിരിക്കുന്ന വെച്ചാൽ നിങ്ങളെ ഈ ഒരു ക്ഷേത്രത്തിനെ പറ്റി നമുക്ക് ഒന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഞാൻ ശാക്ത ഉപാസകനാണ്, ഞാൻ കൗള സമ്പ്രദായമാണ്. ഉത്തമന്മാർക്കും അറിയാം, മധ്യമന്മാർക്കും അറിയാം. അപ്പം പിന്നെ സമയാചാരം എന്ന് പറഞ്ഞൊരു ഒരു സമ്പ്രദായമുണ്ട്, ഈ ശ്രീചക്രത്തിന്റെ തന്നെയാണ്. അത് പാലക്കാട്, അതിന്റെ പാലക്കാട് പിന്നെ അദ്ദേഹം ബാബാജി ഉണ്ട്, ഞാൻ വേണ്ടിയിട്ടുള്ള ആ പേര് എനിക്ക് ഓർമ്മയുണ്ട്. തദാന്തൻ അല്ലേ, തദാന്തൻ സ്വാമിജി ഉണ്ട് അവിടെ. അദ്ദേഹം വലിയൊരു ഓല ഷെഡ് പോലെ കെട്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ മടായിട്ടല്ലുള്ളത്. വിദേശത്താണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ തറവാട്ട് ക്ഷേത്രം പോകുന്ന വഴിക്കുണ്ട്, അത് കാണാൻ നമുക്ക് സാധിക്കും. പിന്നെ തദാനന്ദൻ, അതായത് അദ്ദേഹത്തിന്റെ ദീക്ഷാനാമോ അത് തന്നെയാണ്, അദ്ദേഹത്തിന്റെ പേരും അത് തന്നെയാണ്. അപ്പം തദാനന്ദപുരി തദാനന്ദോന്റെ പേരുള്ളത്. അപ്പൊ അദ്ദേഹത്തെ നേരിട്ട് നമുക്ക് കാണാൻ സാധിച്ചു, അദ്ദേഹത്തെ സംസാരിച്ചു. അപ്പം അദ്ദേഹം അത് വലിയൊരു ടെന്റ് പോലെ കെട്ടി ആ ടെന്റിന്റെ ഉള്ളിലാണ് ഓല കൊണ്ട് മേഞ്ഞിട്ടുള്ള ടെന്റിലാണ് ഇരിക്കുന്നത്. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ യാത്ര ചെയ്ത് എത്തിയ. അപ്പൊ എന്നോട് കുറെ ചോദിച്ചു നിങ്ങൾ ഈ പറയുന്ന സ്ഥലത്തെല്ലാം എത്തിപ്പെട്ടെന്ന് പറയുന്നത്. അപ്പൊ പിന്നെ എത്തിപ്പെടാത്തത് ഈ കാര്യങ്ങൾ അടുത്ത കാര്യങ്ങൾ എങ്ങനെയാണ് കാരണം ഞാൻ അതിന് ശേഷം ഒരു 5000 വർഷത്തിന് മേലെയായി, ശരീരം പിന്നെ ഇപ്പോഴും എടുത്തുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് പറയുമ്പോ ആൾക്കാർ എന്താ പറയും, എന്താ പരിഹാസിക്കുക. ഉത്തമൻ പറഞ്ഞ വിശ്വാസം ഞാൻ കെട്ടിയ ആടാ ഉണ്ടാകുന്നു, എനിക്കറിയാതെ ഞാനറിയാം അല്ലേ. ഉത്തമൻ പറഞ്ഞ് വിശ്വസിക്കുന്നില്ലേ, കുളികൻ പറഞ്ഞ് വിശ്വസിക്കുന്നില്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ ചുടല മാസം പരിച്ച് വെച്ചാൽ എനിക്ക് വിശ്വാസം വരുന്നുണ്ടാ. അതുകൊണ്ടല്ല. അപ്പൊ നീ അത് ഭയന്ന് എന്റെ കാര്യങ്ങൾ അറിയണമെന്ന് വെച്ചിട്ടാണ് ഈ രൂപത്തിൽ എന്നോട് വന്ന് പറയുന്നത്. നമ്മളെ ഓരോ അവതാരത്തിനും ഓരോ ലക്ഷ്യമുണ്ട്. എല്ലാ അവതാരങ്ങളാണ്. ഓരോ ആളെ കർമ്മങ്ങൾ ചെയ്യാനാണ് ഭൂമിയിൽ വന്നിട്ടുള്ളത്, അത് ചെയ്യാൻ പോവുക ലക്ഷ്യങ്ങളുണ്ട്. അപ്പം ഞാൻ പത്മനാഭ അല്ലേ പേര്, പത്മനാഭനോട് ഇവിടുത്തെ ഒരു ആരുടെ സ്ഥാനത്തിന്റെ രഹസ്യം എന്താണ്, കാരണം ഇവിടുത്തെ രഹസ്യം അറിയാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. ഭഗവതി എന്താണ്, എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു, നിങ്ങളെ കയ്യിലേക്ക് എങ്ങനെയാണ്. കാരണം ഇവിടെ വരുമ്പം തന്നെ അതിന്റെ ചൈതന്യം അത്ര പോസിറ്റീവ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹം പറഞ്ഞു, നിങ്ങൾ അതിന് ഒരു എതിർപ്പും കാണിക്കാതെ തന്നെ നിങ്ങൾ എന്നെ വിളിച്ചിട്ട് വന്നതല്ല, ഞാൻ നിങ്ങളോട് ഒരു ആഗ്രഹം അങ്ങോട്ട് പറഞ്ഞതാണ്. എനിക്ക് നിങ്ങളെ ഭഗവതിനെ ഒന്ന് കാണണം, കാരണം എന്നെ അവിടെ നിന്ന് വല്ലാതെ ഒരു ആകർഷിച്ച് വിളിക്കുന്നുണ്ട്, ഞാനൊന്നും അങ്ങോട്ട് വന്നോട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനുള്ള വഴികളും സൗകര്യങ്ങളും ഒരുക്കി വെച്ച് എന്നെ ക്ഷണിച്ചു അല്ലേ. അല്ലേ സത്യം വിശ്വാസത്തിൽ പറഞ്ഞു. ഭൈരവാദി അധ്യാപകന്മാരുടെ വിശ്വസിച്ച് വന്ന് ആരാധിച്ച് വന്നതാണ് നമ്മളെ പഴയ തലമുറ. അത് നമ്മൾ പറഞ്ഞു കേട്ടിടത്തോളം ഒരു 12 തലമുറക്ക് മുന്നിൽ വരെ അവർ ഈ ആചരണം ആചരിച്ച് വന്ന് തലമുറകളായിട്ട് കൈമാറിയതാണ്. അത് ഉപാസിക്കേണ്ടുന്ന ക്രമങ്ങളും ഉപാസിക്കേണ്ടുന്ന ആചാരങ്ങളും അത് ഒന്ന് ചത്തു എന്നുള്ള അന്നും നാം പറയാം. അത് അതിലിങ്ങനെ അത് ആ ചൈതന്യം നിലനിന്ന് വരും. പക്ഷെ അത് എല്ലാവർക്കും വേണമെന്നില്ല. അത് ഏതെങ്കിലും ഒരു കണ്ണി അതിലുണ്ടാവും എന്നുള്ളത്. അത് പരിചരിക്കാൻ അത് പിന്നെ അത് ദൈവികമായിട്ട് വന്ന് ചേരുന്നതാണ് എന്നുള്ളതാ വിശ്വാസം. അതും നമ്മളോട് പറഞ്ഞു തരുന്നതാ പൂർവികർ പറഞ്ഞു. അത് നിങ്ങളിൽ ഏതെങ്കിലും ഒരാൾക്ക് ഉണ്ടാവും, അത് നിയോഗമായിട്ട് വന്ന് ചേരും. അത് നിങ്ങൾ പരിപാലനം ചെയ്തോളാം. അത് തലമുറകളായിട്ട് കൈമാറുകയും ചെയ്യും. അതിന് ഈ തറവാട്ടിന്റെ പേരെന്താ?
ഈ തറവാടിന്റെ പേര് കോട്ടയം തറവാട് തന്നെയാണ്. കോട്ടയം തറവാട് തന്നെ. കോട്ടയം തറവാട് അത് തന്നെ. പണ്ട് ഇവിടെ വലിയ തറവാട് ഉണ്ടായിരുന്നു അല്ലേ? ആ അതെ, അത് വലിയ പിന്നെ കാലഘട്ടപ്പെട്ടു പോയി. കാലഘട്ടപ്പെട്ടു പോയി. ഞങ്ങളെ ഈ ഭാഗത്തുള്ള ഒരു എന്താ ഒരു ഇല്ല ഭവന സമുച്ചയം തന്നെയുണ്ട്. ഉണ്ടായിരുന്നു അല്ലേ? ഈ ഭാഗത്ത് ഇല്ലുണ്ട്. കുടുംബങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ ഈ ഭാഗത്ത് ഇല്ലുണ്ടോ? ഉണ്ട്. ഈ ഭാഗത്തെല്ലാം ഉണ്ട്. അപ്പോൾ കുടുംബങ്ങളെല്ലാം അപ്പുറത്തായിട്ട് താമസം ഉണ്ട്. ഇത് ബ്രാഹ്മണ മണ്ണാണോ അല്ലെ ക്ഷത്രിയ മണ്ണാണോ? ഇത് ബ്രാഹ്മണ മണ്ണെന്ന് പറഞ്ഞുകൂടാ, ശക്തിയ മണ്ണ്. ഇത് ക്ഷത്രിയ മണ്ണ് അല്ലേ? ക്ഷത്രിയ മണ്ണാണിത്. അതാ ഉദ്ദേശിച്ചത്. ആ ക്ഷത്രിയ മണ്ണാണ്. ക്ഷത്രിയ മണ്ണാണ് ഈ അമ്പലവും ശക്തി ബന്ധുക്കള് ക്ഷത്രിയ മണ്ണിൽ മാത്രമേ ക്ഷത്രിയ മണ്ണാണ് ഈ ഭാഗം മുഴുവൻ. പക്ഷേ അതിന് ഒരു ചരിത്രമുണ്ട്. അത് ഒരു കാലഘട്ടത്തിലെന്ന് വെച്ചാൽ ബ്രാഹ്മണനിൽ നിന്ന് കൈയടക്കിയിട്ട് ക്ഷത്രിയർ പിടിച്ചടക്കിയതാണെന്നും പറയുന്നത്, വന്നതാണെന്നും പറയാം, അങ്ങനെ പറയും. പക്ഷെ ഇന്ന് നിലവിൽ ക്ഷത്രിയ മണ്ണ് തന്നെയാണ് ഇത് അല്ലേ? പക്ഷെ ബ്രാഹ്മണ സാമീപ്യം കൂടി ഉണ്ട് അല്ലേ? അതാണ് അതിന്റെ നമ്മൾ പറയും ഒരു സ്ഥലത്ത് കയറി പോകുമ്പോൾ അത് നല്ലൊരു കുറ്റിക്കാരനാണെങ്കിൽ ശുദ്രമണ്ണാണോ ബ്രാഹ്മണ മണ്ണാണോ ക്ഷത്രിയ മണ്ണാണോ അല്ലെ വശ്യ മണ്ണാണോ അതെ അദ്ദേഹത്തിന് ആ മണ്ണ് ചവിട്ടുമ്പോൾ മനസ്സിലാവും അത് അതിന്റെ രക്തത്തിന്റെ കറയാന്ന്. ക്ഷത്രിയ മണ്ണാണെങ്കിൽ രക്തക്കറി ഉണ്ടാവുന്ന പറയാം. ബ്രാഹ്മണ മണ്ണാണെങ്കിൽ ഹോമാധികാരികളുടെ നെയ്യുടെ വശ്യ മണ്ണാണെങ്കിലോ വശീകരണ ശക്തി ആ മണ്ണിലുണ്ടാവും അല്ലേ? അപ്പം ഇപ്പൊ ചിലവരുകളുണ്ട് നാഗം, അവിടെ നാഗം കൂടിയിരിക്കുന്ന കാടുള്ള സ്ഥലത്ത് മാത്രമൊന്നല്ല. കുയിനാഗം, മണിനാഗം, കരിനാഗം, ജലനാഗം, നാഗയക്ഷി, നാഗയക്ഷി, നാഗയമ്മി, അങ്ങനെ അനേക നാഗങ്ങളുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും നാഗമുണ്ടാവും. ദേവൻ എവിടെയുണ്ടോ, ദേവസാമീപ്യം എവിടെയുണ്ടോ അവിടെയെല്ലാം നല്ല മണിനാഗങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് എല്ലാ സ്ഥലത്തും വ്യാപിച്ചു കിടക്കും. ഇവിടെ എത്ര ദൈവങ്ങളുണ്ട്? ഇവിടെ ഈ 5 കൃത്യമായിട്ടുള്ളത്. 5 ദേവന്മാരെ ആണ് പരിപാലനം ചെയ്തു വന്നത്. എന്തെല്ലാം ദേവതയുള്ളത്? അത് പരാശക്തി, അതായത് മഹാദേവിയെ തന്നെ ഇപ്പം പറഞ്ഞത്. അതിൻ്റെ പിന്നെ കാര്യങ്ങൾ പൂർത്തീകരണം ചെയ്യുന്നതിലും ഈ ശാസ്താവാണ്. ശാസ്താവ്, പിന്നെ ഭൈരവൻ, പിന്നെ ഉച്ചിട്ട ഭഗവതി അമ്മ. ഉച്ചിട്ട പക്ഷെ ഇവിടെ കെട്ടി അടയ്ക്കുന്നില്ല. പിന്നെ ഗുളികൻ ദൈവം, ഗുളികനുണ്ട്. ഇവിടെയുള്ളത് എന്ന് വെച്ചാൽ സാധാരണ ഉള്ള ഗുളികനാണ്. അതായത് പിന്നെ കെട്ടിയാടുന്ന ഗുളികനുണ്ട്, കാരഗുളികനും മൃത്യുഗുളികനൊക്കെ ഉണ്ട്. അങ്ങനെ ഗുളികൻ അനേക രൂപത്തിലുണ്ട്. കരിങ്കാലൻ ഇന്ദ്രപടിയായിട്ടുള്ള